വൈകുന്നേരം ആയപ്പോൾ, അതായത് സന്ധ്യ ആയപ്പോൾ നാസറാണിന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഇല്ലാത്ത മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അവസാനം കുറച്ച് മത്തിയും കൂടെ വാങ്ങിച്ചു. ഈ വാങ്ങിയതെല്ലാം കൂടെ കവറിലാക്കിയപ്പോൾ അവിടെ കോവയ്ക്ക ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കോവയ്ക്കയും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയിട്ട് അമ്മയെ മീനെല്ലാം ഇട്ട് കാണിച്ചപ്പോൾ അമ്മയുടെ മുഖത്ത് ഈ വരുന്ന ആക്ഷൻ കണ്ടോ, മീൻ കണ്ടിട്ടുള്ള സന്തോഷമാണ് കേട്ടോ. എല്ലാം നല്ല പച്ച മീനായിരുന്നു. മുടിയൊക്കെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ മീൻ വെട്ടാൻ വേണ്ടി അങ്ങ് ഇരുന്നു. ഞങ്ങൾക്ക് കൂട്ടായിട്ട് കുറേ പൂച്ചകൾ എവിടുന്നൊക്കെയോ മണം പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാത്തിനും ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞ് അത് ഉപ്പിട്ട് നന്നായിട്ട് ഒരവി അമ്മ പുറത്ത് കൊണ്ടുപോയി അത് നന്നായിട്ട് കഴുകി എടുക്കുന്ന സമയത്ത് ഞാൻ പേപ്പർ എല്ലാം ചുരുട്ടിക്കൊണ്ട് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നേരെ വീടിന്റെ അകത്തോട്ട് വന്നിട്ട് ഞാനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പാതിയായിട്ട് എടുത്തു കേട്ടോ. അപ്പൊ അപ്പുക്കുട്ടൻ വന്നിട്ട് പാപ്പപ്പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ പാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നിരാശിച്ചു പോയി. ഞാൻ അമ്മയുടെ തക്കാളി കൂട്ടി ചോറും ഉണ്ട്. വീട്ടിൽ വന്ന് കറി വെക്കാനും മറക്കാനും ഉള്ള വെവ്വേറെ മാറ്റി പാത്രങ്ങളിലായിട്ട് അങ്ങ് അടച്ചു വെച്ചു. അടുക്കളയുടെ ഡോറൊക്കെ അടച്ച് നേരെ അങ്ങ് മേല് കഴുകാൻ വേണ്ടി കയറി. അങ്ങനെ മേലൊക്കെ കഴുകി തിരിച്ച് വന്ന് കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ബെഡൊക്കെ വിരിച്ച് നേരെ അങ്ങ് കിടന്നു. ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.